സനോജ് ഇന്നലെ പറഞ്ഞ കാര്യമാണ്. എല്ലാവരും ഇതെന്താണ് അസാധാരണമായി ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ കാട്ടാക്കട എവിടെയാണെങ്കിലും ശരി IB സതീഷിന്റെ മണ്ഡലമാണ് കാട്ടാക്കട. പക്ഷേ ഇത്തവണ PK കൃഷ്ണദാസ് കഴിഞ്ഞ 5 വർഷം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. A ക്ലാസ് മണ്ഡലമാണ് BJPയുടെ. BJP ഇത്തവണ കാട്ടാക്കട കൊണ്ടുപോകും എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ UDF പ്രതീക്ഷയുണ്ട്. വലിയ പ്രതീക്ഷ BJPക്ക് ഉണ്ട്. നിയമം കഴിഞ്ഞാൽ കാട്ടാക്കട പിടിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകര സനല് പറഞ്ഞ പോലെ ഈ പാറശാല ഉൾപ്പെടെയുള്ള ഒരു മണ്ഡലവും ഇത്തവണ ആരുടെയും കുത്തകയല്ല. വലിയ ജനങ്ങൾ ആഞ്ഞടിക്കുമെന്ന് പറയുന്നു. ഒരേ ഒരു മണ്ഡലം, ഒരേ ഒന്ന് M വിൻസെന്റ് എന്നുള്ള ഒരേ ഒരു സീറ്റ്, അത് അട്ടിമറി തന്നെ സംഭവിക്കുമോ? ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്ക് എന്ത് സംഭവിക്കുമെന്നാണ് നോക്കുന്നത്. 14-ൽ 13 LDF നിൽക്കുമ്പോൾ തുടർച്ചയായി M വിൻസെന്റ് കോവളം വിജയിച്ചു വന്നു. ഇത്തവണയും അവസാന നിമിഷം വരെ സീറ്റ് കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചു. ഇത്തവണ സീറ്റ് കിട്ടി. വിൻസെന്റ് എന്താണെങ്കിലും കോവളത്ത് തുടരും MLA ആയി എന്ന് അടുത്തതായി ഹെലികോപ്റ്റർ വരുന്നു. ഏത് മണ്ഡലം? നെയ്യാറ്റിൻകരയിൽ ശക്തൻ ജയിച്ചു കയറുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ കെ ആൻസലിനെ അത്ര വേഗം കിട്ടുക എളുപ്പമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രതീക്ഷയില്ല. പക്ഷെ വോട്ട് ഉയർത്താനാകും എന്നാണ് അവർ കരുതുകയും ചെയ്യുന്നത്. ഏതായാലും ആത്മവിശ്വാസം ആവോളമുണ്ട് എല്ലാവർക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AV ജയശങ്കറിലേക്ക് പോകണം. ഇത്തവണ ജയശങ്കർ കൊല്ലം വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. വിസ്മയങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചത്. ആദ്യം അവിടെ നിന്ന് വന്ന വിസ്മയം കൊട്ടാരക്കരയിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം അവിടെ കൊട്ടാരക്കരയിൽ തന്നെയാണ്. മന്ത്രിയെ തറപറ്റിക്കുമോ ഐഷ പോറ്റി എന്നാണ് അറിയേണ്ടത്. ഒപ്പം അതെ, മറ്റു മണ്ഡലം മാടമ്പിയെ തോൽപ്പിച്ച മാടപ്രാവെന്നാണ് ഐഷ പോറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇത്തവണ എന്ത് സംഭവിക്കും? വിസ്മയം പൂത്ത് വിരിയുമോ, ചീറ്റി പൊട്ടുമോ? കുണ്ടറയ്ക്കും കരുനാഗപ്പള്ളിക്കും അപ്പുറം UDF ഏതൊക്കെ മണ്ഡലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും? കൊല്ലത്ത് മുകേഷിനെ മാറ്റി അവിടെ ജയമോഹനെ കൊണ്ടുവന്നു. ആ മണ്ഡലം നിലനിർത്താൻ LDF സാധിക്കുമോ? 1000 ചോദ്യങ്ങളുണ്ട്. UDF അധികാരത്തിൽ വരികയും ഇന്ദുകൃഷ്ണ ജയിക്കുകയും ചെയ്താൽ മന്ത്രി, അപ്പൊ PC വിഷ്ണുനാഥ് കുണ്ടറയിൽ നിന്ന് ജയിച്ചു വന്നാൽ അപ്പൊ ഒരു കൂട്ടം മന്ത്രിമാരുണ്ടാകും കൊല്ലത്ത് നിന്ന്. എന്താണ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം? കൊല്ലം തൂക്കുമെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. കാരണം 7 മുതൽ 9 വരെ സീറ്റുകളൊക്കെ തരംഗമുണ്ടായാൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഞങ്ങൾ എടുക്കുമെന്നാണ് UDF നേതാക്കൾ ഇന്നലെ രാത്രി പോലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഇടത് ക്യാമ്പ് എന്നാൽ ഇതൊക്കെ തള്ളുകയാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 2 സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് കൊല്ലത്തെ ആ ചെങ്കോട്ട എന്നുള്ളത് അത് അതുപോലെ ഉറപ്പിക്കുമെന്നാണ് ഇടത് ക്യാമ്പ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മന്ത്രിമണ്ഡലങ്ങൾ കൊട്ടാരക്കരയും പത്തനാപുരവും ഒപ്പം ചടയമംഗലവും, ഈ 3 മന്ത്രിമണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടം നടക്കുന്നു എന്നാണ് നമ്മളുടെ മൊത്തത്തിലുള്ള അവലോകനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ മത്സരമുണ്ട്. കാരണം ഐഷ പോറ്റിക്ക് വലിയൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ കൊട്ടാരക്കരയിൽ സാധിച്ചു. ഒപ്പം തന്നെ പത്തനാപുരത്തും ജ്യോതികുമാർ ചാമക്കാല എന്ന തുറുപ്പ് ചീട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും വലിയ മത്സരം അവിടെ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൊല്ലത്തിന്റെ കാര്യം, കൊല്ലം ഇത്തവണ നിലനിർത്തുമെന്നാണ് CPM പറയുന്നത്. പക്ഷേ കൊല്ലത്ത് ട്വിസ്റ്റ് ഉണ്ടാവും. ബിന്ദു കൃഷ്ണ കൊല്ലം തിരിച്ചു പിടിക്കും എന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഓരോ മണ്ഡലത്തിലും ആവേശമുണ്ട്, ഓരോ മണ്ഡലത്തിലും കനത്ത പോരാട്ടമുണ്ട്. എങ്ങോട്ടും മാറി മറിയാം. ഈ കുന്നത്തൂരൊക്കെ വലിയ തോതിൽ മാറി മറിയാൻ സാധ്യതയുണ്ട്. എന്തായാലും ആകെ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ കൊല്ലം സജ്ജമായി കഴിഞ്ഞു. ഇക്കുറി NDA പിടിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും നിയമത്തിന് മുമ്പ് ചാത്തന്നൂർ ഇത്തവണ BJP ജയിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. അതെ, ഈ കൊല്ലമാര് നേടും, അതാണ് ചോദ്യം. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ, നമ്മളിപ്പോൾ സമയം നോക്കുകയാണ്. കൃത്യം 5:22 ആയിരിക്കുന്നു. ഇനി ഇപ്പോൾ മണിക്കൂറുകൾ എന്നൊന്നും പറയാനില്ല, നിമിഷങ്ങൾ എന്നുള്ളതാണ്. ഓരോ വോട്ടും എണ്ണുമ്പോഴും അതിന്റെ കണക്കുകൾ കൃത്യമായി ആധികാരികമായി വ്യക്തതയോടെ റിപ്പോർട്ടിന്റെ മാജിക് സ്ക്രീനിൽ കാണാം. നമ്മുടെ എഡിറ്റോറിയൽ ടീമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്കൊപ്പം ചേരും. ഒരു ഹെലികോപ്റ്റർ വരാൻ തയ്യാറെടുക്കുന്നു. എത്തിക്കഴിഞ്ഞു. ആ ഹെലികോപ്റ്റർ കാട്ടാക്കട നേരത്തെ ഒന്ന് വന്ന് പോയ ഹെലികോപ്റ്റർ വീണ്ടും ഒരിക്കൽ കൂടി വരുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. BJPക്ക് അത്രയേറെ പ്രതീക്ഷയുണ്ട് PK കൃഷ്ണദാസിൽ. അതുകൊണ്ടായിരിക്കും IB സതീഷ് വിട്ടുകൊടുക്കില്ല കാട്ടാക്കട. അതുകൊണ്ടാണ് സതീഷിന്റെ മണ്ഡലം. അദ്ദേഹം അവിടെ മികച്ച പ്രകടനം, ഒരു MLA എന്ന നിലയിൽ ഓടിച്ചാടി നടന്ന് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് IB. വരുന്നു കരുനാഗപ്പള്ളി. CR മഹേഷും അതോടൊപ്പം MS താരയാണ് LDF സ്ഥാനാർത്ഥി. PS ജിതിൻ ദേവാണ് NDAയുടെ സ്ഥാനാർത്ഥി. വലിയ പ്രതീക്ഷയാണ് CR മഹേഷിനെ. ആ മണ്ഡലം കേന്ദ്രീകരിച്ച് മാത്രം നിൽക്കുന്ന ഒരു MLA. എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ തന്നെ UDFനോടൊപ്പം പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു തവണ പരാജയപ്പെട്ടിട്ട് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണ്. അതെ, അവിടെ തന്നെ ആ ഒരു ശക്തിയുണ്ട്. അവിടെ അതീതമായ ഒരു സ്വാധീനമുള്ള ആളാണ് അടൂരിൽ പ്രിജി കണ്ണനാണ് LDFന്റെ സ്ഥാനാർത്ഥി. CV ശാന്തകുമാറുണ്ട്, പന്തളം പ്രതാപനുണ്ട്,
അവിടെ ഈ പറഞ്ഞതുപോലെ തുല്യ സാധ്യതകളാണ് LDF. വളരെ യങ് ആയിട്ടുള്ള ഒരാളെ നിർത്തിക്കൊണ്ട് LDF പിടിച്ചടക്കാനുള്ള ഒരു ആ പേര് തന്നെ വലിയ വിവാദവും ചർച്ചയൊക്കെ വലിയ ആയതാണ്. വിവാദമായി. പത്തനംതിട്ടയിൽ അഞ്ചും ഇടതിനൊപ്പമായിരുന്നു. അതിലൊന്നായിരുന്നു അടൂർ. ഇതാ കുന്നത്തൂർ ഇത്തവണ മറിയും എന്നൊരു പ്രതീക്ഷ ഉല്ലാസ് കോവൂരിനുണ്ട്, UDF-നുണ്ട്. ഉല്ലാസ് രാജീവ് പ്രസാദ്. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം.